ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ധ്യാനയോഗം 6-ാം അധ്യായം, ധ്യാനത്തിൻ്റെ വിസ്തരിച്ചുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനാദ്യമായിട്ട് എന്തു വേണം? ഒരു വിജനമായ സ്ഥലം, ആളൊഴിഞ്ഞ സ്ഥലം. ആളൊഴിഞ്ഞ സ്ഥലം എന്ന് പറയുമ്പം എന്തൊക്കെ പറയുമ്പോഴും തെറ്റിദ്ധരിക്കരുത് ഏതെങ്കിലും ഒരു കാട്ടിലോ അങ്ങനെ. അതൊക്കെ ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതല്ല പറഞ്ഞു വരുന്നത്. മറ്റുള്ള ബാഹ്യമായ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട്, അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണ് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു വൃത്തിയുള്ള ഒരു ഇടത്ത് ഇരിക്കണം. എങ്ങനെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്? കട്ടിയുള്ള എന്തെങ്കിലും, അതിന് പുൽപ്പായ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല പലകയാവാം. അതിൽ സുഖമായിട്ട് ഇരിക്കുക. ഈ വരിഞ്ഞു മുറുകി ബെൽറ്റൊക്കെ ഇട്ട് വരിച്ച് കെട്ടിയിട്ടൊന്നും ധ്യാനത്തിന് ഇരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് അങ്ങോട്ട് കഴിച്ച് വയറൊക്കെ അങ്ങനെ മുട്ടയായിട്ട് നിർത്തിയിട്ട് ഉള്ള ധ്യാനവും അതൊക്കെ ഒഴിവാക്കണം. ഒന്ന്, നമുക്കിതിനൊരു താല്പര്യം, വളരെ ഉത്സാഹം ഉണ്ടായിരിക്കണം, ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. ഇതിന് വെറുതെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല, അതായത് ഏതാൾക്കും സാധിക്കുന്നതാണ്. അപ്പം നമ്മളെ ഇങ്ങനെയൊന്ന് ഇതിനൊന്ന് തയ്യാറാക്കുക. നമ്മളെ അനുഭവിക്കാൻ, നമ്മളെ നിരീക്ഷിക്കാനൊക്കെ ഉള്ളൊരു പരിപാടിയാണത്. ഈ ഇരിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊന്ന് നമുക്ക് ഈ ഒരു പ്രക്രിയ ശീലിക്കാൻ, ഇത് അനുഭവിക്കാൻ ഇതൊന്ന് സഹായകമാണ്. അത് പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യാം. അത് നമ്മുടേതായിട്ടുള്ളൊരു സൗകര്യമാണ്. മറ്റേത് എന്താന്ന് പറഞ്ഞാൽ, മറ്റേതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ചിന്തകളെയൊക്കെ നിരീക്ഷിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ഏകാഗ്രത എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആ ഇരിപ്പ്, നമ്മളെ തയ്യാറാക്കും. നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനാണ് ഇരിക്കുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാവും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് വിശ്രമിക്കുകയാണ്. ഇത് വിശ്രമിക്കലല്ല. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ സുഖമായിട്ട് നിറയെ കാലിൻ്റെ അടിയിലൊരു തലയാണ, ഇപ്പുറത്ത് വേറൊരു തലയാണ, എല്ലായിടത്തും ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് മതിലൊക്കെ ചാരിയിരുന്ന് അങ്ങനത്തെ പരിപാടി നടക്കില്ല. അപ്പം എന്തായാലും ഒരു വൃത്തിയുള്ള പായയോ അതിൽ തുണിയൊക്കെ വെച്ച് പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി പത്മാസനം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വജ്രാസനത്തിലോ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കാം. 2 കാലും പിറകിലേക്കാക്കിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. ഇനി അതല്ല, കാല് സ്റ്റഡിയായിട്ട് മുന്നിലേക്കാണ്, ഏതാണോ ഒരു സുഖാസനം അതിലേക്ക്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് നട്ടെല്ല് വളയാൻ പാടില്ല എന്നുള്ളതാണ്. കഴുത്ത്, ശിരസ്, ഉടൽ ഇതെല്ലാം ഒരു നേർരേഖയിൽ എന്ന വണ്ണം പറഞ്ഞു. ന അത്രുചിതം ന അതിനീചം. എന്തിൻ്റെങ്കിലും മുകളിലേക്ക് കയറി, ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കലോ, അതേപോലെ ഏതെങ്കിലും ഗുഹേൻ്റെ താഴേക്ക് പോയിരിക്കലോ അല്ല. എന്നിട്ടോ സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ച അനവലോകയൻ. അപ്പം നാസികയുടെ അഗ്രം എന്ന് മുമ്പ് ബ്രുവോർ മധ്യേ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കേന്ദ്രീകരിപ്പിക്കുക. പിന്നെയോ പ്രാണാഭ്യന്തരചാരിണോ എന്ന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പ്രാണനെ നമ്മൾ പ്രാണനിൽ നമുക്കൊരു അവബോധം. ഇപ്പം ബോധപൂർവമാണോ നമ്മൾ ശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഒരു അബോധപൂർവമായ പ്രക്രിയയാണ്. അതങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞാലോ, ആ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ പ്രാണൻ പുറത്തേക്ക് സാവകാശം പോകുന്നതും, പ്രാണനെ ഒരു അല്പസമയം അകത്ത് നിർത്തുന്നതും, അതിലേക്ക് തന്നെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സ് മറ്റ്
വികാര വിചാരങ്ങളിൽ നിന്നൊക്കെ അകലും. അത് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടോ എന്താ ചെയ്യേണ്ടത്? പ്രശാന്താത്മാ, മനസ്സിനെ പ്രശാന്തമാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷമത്തോടുകൂടി ധ്യാനിക്കുക. എന്തെങ്കിലും ധ്യാനിക്കാനിരിക്കുമ്പോൾ വേറെ ഓരോ കഷ്ടതകളെക്കുറിച്ച് ഓർക്കുക, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന്. ഇത് വേറെ ഓരോന്ന് ആലോചിച്ചിട്ടാണ്. പേരെന്താന്ന് പറഞ്ഞാൽ ധ്യാനം. നോക്കൂ, നമ്മളെ കബളിപ്പിക്കാൻ പാടില്ല. വേറെ ആരെയൊക്കെ കബളിപ്പിച്ചാലും കുഴപ്പമില്ല. നമ്മളെ സ്വയം കബളിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് മനസ്സിനത്. ഈ ഉടായ്പ പരിപാടികളൊക്കെ എല്ലാവരേക്കാളും ഏറ്റവും ഇഷ്ടം നമ്മുടെ മനസ്സിനാണ്. അവന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഉടായ്പ് നടത്തുക എന്നുള്ളത്. അവന് ഭയങ്കര ഹാപ്പിയാണ്. അവനെപ്പോഴും നമ്മളെ പരിശീലിപ്പിക്കുന്നതും അത് തന്നെയാണ്. അവനെ കുറച്ച് നേരെ വഴിക്ക് നടത്താൻ ശ്രമിച്ചാൽ ഇവൻ നമ്മളോട് നിസ്സഹകരണ പ്രസ്ഥാനമാണ് തുടങ്ങുക. പക്ഷേ മൂപ്പരോട് നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വഴിയിൽ വരും. അങ്ങനെയാണ് ഇവൻ്റെ പരിപാടി, ഈ മനസ്സിൻ്റെ പരിപാടി. അപ്പോൾ പ്രശാന്താത്മാ വിഗതഭീഹി, ഭയപ്പാടൊന്നും വേണ്ട. ഞാൻ സമാധിയായി ഇപ്പോൾ ആളുകൾ എന്നെ ഇരുത്തി വല്ല കോൺക്രീറ്റ് ഇടുമോ തലയിൽ എന്നൊന്നും കരുതണ്ട. അപ്പോൾ വിഗതഭീഹി, ഭയപ്പാടൊന്നും വേണ്ട. എന്നിട്ടോ ബ്രഹ്മചാരി വ്രതേ സ്ഥിത. ഈ ബ്രഹ്മചര്യവ്രതം എന്ന് പറയുന്നതിന് നിയന്ത്രിതമാർന്ന ഇന്ദ്രിയ ജീവിതം എന്നാണ്. ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രഹ്മചാരി എന്നാണ്. ബ്രഹ്മമാർഗത്തിൽ ചരിക്കുക. ആ ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന പ്രക്രിയയിൽ അതിൽ ആ വ്രതത്തെ സ്വീകരിക്കുക. ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധം ഉണ്ടാവുക വളരെ പ്രധാനമാണ്. നോക്കൂ, ഇങ്ങനെ ഇരിക്കലും ഇങ്ങനെ ഇതാവലും ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ഞാൻ അനുഭവിക്കലാണ്. അഹം ബ്രഹ്മാസ്മി സമാധി എന്ന് പറയുന്ന സമാധിയെ ഞാൻ അനുഭവിക്കാനുള്ളതാണ്. നാലാമത്തെ തുരീയം എന്ന് പറയുന്നതിന് അതെന്താണ്? അത് ഏതെങ്കിലും കർമ്മം കൊണ്ട് കിട്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനുഷുഹു. ത്യാഗം കൊണ്ട് എന്താ ഈ ത്യാഗം? ഇതിനെയൊക്കെ ഉപേക്ഷിക്കലാണ്. ഇതം ന മമ. ഇവിടെ ത്യജിക്കാനുള്ളത് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ത്യജിക്കാനില്ല. ഞാനെന്നും എൻ്റേതെന്നും. ഇതാണ് നമ്മളെ അതിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളായിട്ടുള്ള രണ്ടെണ്ണം. ഞാൻ എൻ്റേത്. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ? അതിനാണ് ഉപനിഷത്തിൽ തെക്തേന ഭുഞ്ചിതാഹ എന്ന് പറഞ്ഞത്. ത്യജിച്ചുകൊണ്ട് അനുഭവിക്കുക. എന്തിനെ ത്യജിക്കാൻ? അഹമേഷാം മമ ഏതേ. അതാണ് ഗീതയുടെ ഭാഷ്യത്തിൽ ഭഗവത്പാദർ പറഞ്ഞത്. അതെന്താണ്? അർജുനൻ്റെ ഭ്രാന്തിയാണെന്ന്. അതിൽ നിന്ന് അർജുനന് ഈ ശോകമോഹങ്ങൾ ഉണ്ടായത്. അഹമേഷാം മമ ഏതേ ഇതി ഭ്രാന്തി പ്രത്യയ നിമിത്ത ഹേതുഹു. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ ധ്യാനത്തിലും നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ജയിക്കാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ നിവർന്നിരുന്ന് ഈ പറഞ്ഞതുപോലെ മറ്റ് വേവലാതികളൊന്നും ഇല്ലാതെ അലാം സെറ്റ് ചെയ്ത് ഇത്ര മണി ധ്യാനം അങ്ങനത്തെ ഒന്നും നടക്കില്ല. അതൊക്കെ നിങ്ങൾ എന്താ ശീലിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മിണ്ടാതിരിക്കാൻ ശീലിക്കുകയാണ്. ഒക്കെ നല്ലത് തന്നെ. ഇവിടെ ധ്യാനത്തിൻ്റെ ആ പരമമായ ധ്യാനം, ആ ധ്യാനത്തിൻ്റെ ആ പരമകാഷ്ഠയിലേക്ക് എത്താൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ ഈ ക്ലോക്ക് സെറ്റ് ചെയ്ത് ഞാനൊരു 7 മണി രാവിലെ ഒരു 5 മുതൽ ഞാനൊരു 5:30 6:30 വരെ ഞാൻ ധ്യാനിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ഇന്നടുത്തുണ്ട്, അത് കഴിഞ്ഞ് ഓഫീസ്. അങ്ങനെ ഒരു ടൈം ഇങ്ങനെ ബൗണ്ട് ചെയ്തിട്ടുള്ള പരിപാടിയല്ല. തുടക്കത്തിൽ നമുക്കതൊക്കെ ആവാം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല സമയം ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നത്, രാത്രി 2 മണിയാണോ ആവട്ടെ, അത് ഏറ്റവും നല്ലത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരിക്കും, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ, ശരീരത്തിന് വേണ്ടത്ര വിശ്രമമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇതിലിങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്.
കൃത്യം ഞാൻ 5:30 ധ്യാനിക്കും, അതാണ് എൻ്റെ ടൈം. 5:30 to 6 എൻ്റെ മെഡിറ്റേഷൻ ടൈമാണ്. അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയമാണ്. പൂജാമുറിയിലോ എവിടെയെങ്കിലും ഇരിക്കും, നല്ലത് തന്നെ. ഈ പരിപാടി നടക്കുന്നുണ്ടോയെന്ന്, അത് ഏത് സമയം എങ്ങനെ എന്ത് എന്നുള്ളത് വിഷയമല്ല. ഇതാണ് പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേ സ്ഥിത മനസ്സംയമ്യമച്ചിത്ത. മനസ്സിനെ സംയമനം ചെയ്ത് എന്നിൽ ഉറപ്പിക്കുക. എന്നിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? ബോധം, ഞാനാകുന്ന ബോധം. മറ്റതിൽ നിന്നൊക്കെ വിടുവിക്കുക. എന്നിട്ടോ അതിൽ സ്ഥിതി ചെയ്ത് യുക്ത ആസീത, ആ യോഗത്തിനായിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്ത്. തുടർന്ന് യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസം, 15ാമത്തെ ശ്ലോകത്തിൽ യോഗീ നിയതമാനസ ശാന്തിം നിർവാണപരമാം മത് സംസ്ഥാം അധിഗച്ഛതി. യുഞ്ജൻ ഏവം സദാ ആത്മാനം യുഞ്ജന്, ഇങ്ങനെ മുൻപ് എന്താണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ആര്? നിയതമാനസഹ, മനസ്സിനെ അടക്കിയിട്ടുള്ളവൻ. എന്തു വേണം? ആ നിയതമാനസഹ യോഗി, മനസ്സിനെ അടക്കിയ യോഗി, സദാ ഏവം ആത്മാനം, എപ്പോഴും ഇപ്രകാരം ആത്മാവിനെ, ആത്മൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിനെ, യുഞ്ജൻ, അതുമായി നിർത്തണം, അതിൽ ചേർത്ത് നിർത്തണം. അപ്പം അതിൻ്റെ വിദ്യ പറഞ്ഞു. ഓരോ ബുദ്ധി സങ്കല്പങ്ങളെ വിശകലനം ചെയ്താൽ നമ്മൾ പഠിക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞു. മത് സംസ്ഥാം, എന്നിൽ സ്ഥിതി ചെയ്യുന്ന. ഇവിടെ എന്നിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി കെട്ടരുത്. അവിടുന്ന് പിടിച്ചു വലിച്ച് സാവകാശമാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഇത് ഈ വികൃതികളായിട്ടുള്ളതിനെ കൂട്ടിൽ കയറ്റുന്നത് പോലെയാണ്. കുട്ടികളെയൊക്കെ ഒന്ന് ചെയ്തായ വീണ്ടും ചാടും, പുറത്തേക്ക് ചാടും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിൽ, ഭഗവാനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഏതിലെങ്കിലും. ഏത് ഭഗവാനാണ്? ഇവിടെ എന്നിൽ എന്ന് പറയുമ്പോൾ ബോധത്തിലാണ്. അതിലേക്കാണ് നമ്മുടെ യാത്ര. നിർവാണപരമാം ശാന്തിം അധിഗച്ഛതി. ആ മോക്ഷത്തെ, സ്വാതന്ത്ര്യത്തെ, ദേശകാല പരിധിയൊക്കെ അതിവർത്തിച്ചിട്ടുള്ള ആ സത്യത്തെ, അതിനാണ് ശാന്തി എന്ന് പറഞ്ഞത്. ആ പരമമായ ശാന്തിയെ, സമാധി അവസ്ഥയെ അധിഗച്ഛതി, അതിനെ പ്രാപിക്കുന്നു, അധിഗമിക്കുന്നു. ഇത്ര വരെയാണ് ചർച്ച ചെയ്തത് സാമാന്യമായിട്ട്. തുടർന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആർക്ക് ഇത് ലഭിക്കും, ആർക്ക് ലഭിക്കില്ല എന്ന് സാമാന്യമായിട്ട് പറഞ്ഞുവെങ്കിലും ഇവിടെ ഭഗവാൻ അടിവരയിട്ട് പറയുക. എന്താ പറയുന്നത്? നാത്യശ്നതസ്തു യോഗോസ്തി നചൈകാന്തമനശ്നതഃ നജാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ന അത്യശ്നതഃ തു യോഗഃ അസ്തി ന ച ഏകാന്തം അശ്നതഃ ച ന അസ്തി അതിസ്വപ്നശീലസ്യ ച ന. ആർക്കൊക്കെ ഇത് നടക്കൂല എന്ന് പറയാം. അർജുന, അത്യശ്നതഃ, നേരത്തെ പറഞ്ഞുവല്ലോ, ഒരുപാട് കഴിക്കുക, ഭക്ഷണമൊക്കെ അങ്ങനെ കഴിച്ച് വയറ് മുട്ടെ എന്ന് പറഞ്ഞ ഏമ്പക്കം വിട്ട് കൂട്ടത്തിൽ ഓമും നടക്കില്ല. എന്ന് പറഞ്ഞാൽ
നമ്മൾ നിദ്രയിലേക്ക് പോകും. അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിച്ച് വയറ് നിറപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് ശ്രമിക്കരുത്. ഭക്ഷണത്തിലായിരിക്കരുത് താല്പര്യം. ഭക്ഷണം ഇല്ലാതെ ഇനി ഇരിക്കുമ്പോഴോ ഇത് ധ്യാനം കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ, വിശന്നിട്ട് കണ്ണു കാണുന്നില്ല, പിന്നെ അങ്ങനെയുണ്ട്. അതും ഒരു പ്രശ്നമാണ്. അപ്പം ഇതിനെ ജയിക്കണം. അതുകൊണ്ട് അത്യശ്നത യോഗ തു ന അസ്തി. ഏതു നേരം ഭക്ഷണം കഴിക്കുന്ന വിദ്വാന് യോഗം എന്നത് സംഭവിക്കുന്നതല്ല. അതുപോലെ തന്നെ ഏകാന്തം അനശ്നത യോഗ ന അസ്തി. ഈ ഭക്ഷണം തീരെ കഴിക്കാത്തവനോ അതുവനും ഇല്ല. എന്ത് പ്രായോഗികമാണ് ഗീത എന്ന് നോക്കൂ. ഒരുപാട് കഴിക്കുന്നവനും ഭക്ഷണം തീരെ ഇല്ലാത്ത, രണ്ട് എക്സ്ട്രീമാണ് നമ്മൾ. നമുക്ക് പരിചയം രണ്ടെണ്ണമാണ്. ഒന്നുകിൽ ഫുൾ കഴിക്കുക, പണ്ട് പറഞ്ഞ പോലെ ഡോക്ടർ 3 നേരം കഞ്ഞി കുടിക്കും. മുമ്പ് ചോദിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ മുമ്പോ, അങ്ങനെയുണ്ട് എന്ന പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ. നമ്മുടെ ചിലർ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ഏകാദശി എടുക്കാറുണ്ട്, കഴിക്കല. പല മതങ്ങളിലും ഉണ്ട് ഈ ഉപവാസം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അത് കഴിഞ്ഞാലോ അടിച്ച് വീക്കലാണ്. എത്രയാണോ കഴിക്കാത്ത അതിൻ്റെ ഇരട്ടി. അങ്ങനെയുള്ളവന് ഇത് നടക്കില്ല എന്ന് പറയാം. തീരെ കഴിക്കാതെ ഇരിക്കുന്നവനോ വെള്ളം പോലും ഇറക്കില്ല, നടക്കില്ല. മിതം, എല്ലാം മിതമാണ്. അധികം ഉയരത്തിലും പോകണ്ട, താഴേക്കും പോകണ്ട. നേരത്തെ പറഞ്ഞ മുകളിൽ കയറിയിരിക്കേണ്ട, ഏതെങ്കിലും കുഴിയിലും ഇരിക്കേണ്ട. ഇതുപോലെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. അത്യശ്നത അനശ്നത ന യോഗ അസ്തി. അതിസ്വപ്നശീലസ്യ, ഒരുപാട് ഉറങ്ങുന്നവൻ. അതുപോലെയോ ഉറങ്ങാത്തവൻ. ജാഗ്രത ച, ഏതു നേരം ഉറങ്ങാതെ ഇരിക്കുന്നവൻ, അവനുമില്ല. അപ്പം മിതമായത്, ഇതിൻ്റെ വഴി അതാണ്. അത്രയും ലളിതവും സുതാര്യവുമാണ്. ഇതിനെയാണ് നമ്മൾ മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കി കൊണ്ടുപോകുന്നത്. എന്താണ്, നിങ്ങൾക്ക് ശാസ്ത്രബലത്തിൽ അല്ലാതെയാണ് നിങ്ങളിത് ചെയ്യുന്നതൊക്കെ, നിങ്ങൾ ഈ പൊട്ടന്മാർ പറയുന്നതൊക്കെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ പോയി വീഴും. ഇവർക്കിങ്ങനെ ഓരോന്ന് പറയുന്നതിന് വലിയ പ്രമാണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ഒരു ധ്യാനത്തിൻ്റെ ഒരു രീതി ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്നതാണ്, ഏതൊരാൾക്കും പരിശീലിക്കാവുന്നതാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് അത് ധ്യാനത്തിന് മാത്രമല്ല, ആർക്കും നല്ലതല്ല. തീരെ കഴിക്കാതെ അൾസറൊക്കെ വരുത്തിയിരിക്കുന്നത് അതൊന്നും നല്ലതല്ല. ഉറങ്ങൽ ഏതു നേരം ഉറങ്ങൽ, അങ്ങനെയുള്ളവനോ നടക്കില്ല, ഉറങ്ങില്ല, അവനും ഇല്ല. തുടർന്ന് യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. എന്ത് മനോഹരമായിട്ടാണ് ഇതെല്ലാം ഒരു സംശയത്തിന് ഇട നൽകാതെ പറയുന്നതെന്നറിയോ. യുക്താഹാര വിഹാരസ്യ, ക്രമമായ ആഹാരം, അതുപോലെ തന്നെ വിഹാരം, അതുപോലെ തന്നെ അത്യാവശ്യം വിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദം. നിങ്ങൾ ധ്യാനിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ ഒരു ആവണക്കെണ്ണ കുടിച്ചവനെ പോലെയൊന്നും ആവേണ്ട കാര്യമില്ല. ചിലർക്കും എങ്ങനെയാണ്, ആധ്യാത്മികത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കാണുന്നതേ ദേഷ്യ. മറ്റുള്ള ആളുകളെയൊക്കെ, മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, നമുക്കൊരു സിനിമയ്ക്ക് പോവുക എന്ന് കഷ്ടകാലത്തിന് ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാളൊരു നോട്ടമുണ്ട്, ഞാനൊരു ആത്മീയവാദിയാണെന്ന് അറിയില്ലേ, എന്നെ ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളിലൊക്കെ വിളിക്കാമോ,
എന്നൊക്കെ കൂടെ എല്ലാം കൂടെ മേലിൽ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന മട്ടിലാണ് ഈ നോട്ടം. ഈ നോട്ടത്തിൽ തന്നെ ഉണ്ട് എല്ലാം. എന്താണ് ഇവർക്കൊക്കെ പ്രമാണം വല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ പറഞ്ഞ പൊട്ടത്തരങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നും കേട്ട് ഏതെങ്കിലും ഒരു ബേസിലാണോ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം എല്ലാം അതായത് ഇതിലൂടെ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളൊക്കെ വെറും തല്ലിപ്പൊളികളാണ്, ഞാൻ ഒരു കേമനാണ്, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികതയിൽ ഇങ്ങനെ എന്തോ വലിയ സംഭവമാണ്, അതിന് ചില ലക്ഷണങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഒന്നുമില്ലാന്നേ. ഇത് എല്ലാവർക്കും സുലഭവും ലളിതവുമായ ഒരു മാർഗമാണ് ഭഗവത്ഗീത അനുസരിച്ച്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ജന്മജന്മാന്തരങ്ങളുടെ പുണ്യങ്ങളുടെ ഹേതു ഫലം പറയുമ്പോഴൊക്കെ പറയാം, ശരി തന്നെ, നമുക്ക് അനുവദിച്ചു കൊടുക്കാം. പക്ഷെ ഇത് ആളെ പേടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? യുക്താഹാര വിഹാരസ്യ, ക്രമമായിട്ടുള്ള ഒരു ഭക്ഷണം, ആ ക്രമമായിട്ടുള്ള എന്താണ് വിനോദം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ട്? വിനോദമുണ്ട്. ചിലപ്പോൾ ചില നല്ല നല്ല നമുക്ക് കോമഡി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, കോമഡി സിനിമകൾ ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ ചില നല്ല സിനിമകളുണ്ടാവും, ഇതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ആളാണ്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയി നമ്മളെ തിയേറ്ററിലൊക്കെ കാണുമ്പോൾ ചിലരിങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അതാ ആ സ്വാമി ഞാൻ തോന്നുന്നുണ്ട് ഇരിക്കുന്നുണ്ട്. അവർ ഈ ഒരാളെ കുറിച്ച് ഇതാക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ നമ്മളെക്കുറിച്ചാണ് ഇങ്ങനെ. അപ്പോൾ ചിരിക്കുന്നവരുണ്ട്, പിന്നെ അടുത്ത് വന്ന് സംസാരിക്കുന്നവരുണ്ട്. ചിലർ അത്ഭുതത്തോടു കൂടി ചോദിക്കാറുണ്ട്, സ്വാമി സിനിമയൊക്കെ കാണാറുണ്ടോ, എങ്ങനെയുണ്ട്? അതെന്താ, നമ്മുടെ വ്യാസനെ ഇറക്കിയ പോലെ സിനിമ വേറെ ആരെയും ഇറക്കിയിട്ടുണ്ടോ? ഈ വ്യാസരിറക്കിയ മഹാഭാരതത്തിൻ്റെയും വാത്മീകിയുടെ രാമായണത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പുരാണം ഇതൊക്കെ തന്നെയാണല്ലോ ഈ കഥ. എന്താ ഇതിലൊന്നും ഇല്ലാത്തത്? നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോവില്ലേ? വ്യാസരൊക്കെ വർണ്ണിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളും അത്ഭുതമല്ലേ? ഇപ്പം ഈ എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഓർമ്മ വന്നതുകൊണ്ട് പറയുകയാണ്. ഈ വിരാടൻ്റെ മത്സ്യരാജ്യത്ത് വിരാടൻ്റെ അവിടെ ഒരു വർഷം ഇവർ പാണ്ഡവന്മാർ വനവാസകാലം അത് അവസാനിക്കുന്ന ആ ഒരു വർഷം അവർക്ക് അജ്ഞാതവാസം ഉണ്ടല്ലോ, അത് അവർ ചെലവഴിക്കുന്നത് ഈ വിരാടൻ്റെ രാജ്യത്ത് ഇതാണ്, വേഷപ്രച്ഛന്നരായിട്ട് ഒക്കെ മാറ്റിയിട്ടാണ്, വ്യാജ ഐഡിയിലാണ്, വ്യാജ പ്രൊഫൈലിൽ ഉണ്ടാക്കി, ഫേസ്ബുക്കും ട്വിറ്ററും അതും ഇതുമൊക്കെ എല്ലാം വ്യാജമായിട്ടാണ് ഉണ്ടാക്കിയത്, പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. തുടക്കം കുറിച്ച് തന്നെ യുധിഷ്ഠിരനാണ്, കങ്കൻ എന്നുള്ള പേരിലൊക്കെയാണ് മൂപ്പര് അവിടെ കയറി കൂടിയത്. ഒക്കെ ഭയങ്കര കോമഡിയാണ്. അവിടെ പോകുന്നത് എല്ലാം എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് വ്യാസർ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. സ്ക്രിപ്റ്റാണ്, MTയുടെ സ്ക്രിപ്റ്റ് പോലെയാണ്, എടുത്തു വെച്ചോണ്ട് സിനിമയാക്കാം, അത്ര മനോഹരമാണ് ഓരോന്നും. അപ്പോൾ അതിലൊരു ഭാഗമുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദ്രൗപദി ഈ കൊട്ടാരത്തിലേക്ക് കയറാൻ ആദ്യം കയറുക ഈ പറഞ്ഞ കങ്കനാണ്. മൂപ്പരെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വിരാടന് സംശയമായി, ഇയാൾ എന്തോ ഒരു വലിയ ലക്ഷണമൊത്ത ഒരാളൊക്കെ ആണല്ലോ. പക്ഷേ മൂപ്പര് വേഷമൊക്കെ മാറിയിട്ടാണ്, കുടുമിയൊക്കെ ആയിട്ടൊക്കെയാണ് ചെന്നത്, ബ്രാഹ്മണ വേഷത്തിലൊക്കെ, പരിവാരങ്ങളോ കാര്യങ്ങളോ ആരുമില്ല. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അത്ഭുതമായിട്ടുണ്ട്. ആ മഹാഭാരതത്തിൽ പറയും, ഇതാരാണ്, ഇന്ദ്രനാണോ ചന്ദ്രനാണോ എന്നൊക്കെ പറഞ്ഞ വിശേഷണങ്ങളുണ്ട്. എന്നാൽ ഇവർ തമ്മാമിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഇതാരാ അങ്ങനെയാ, അതിൻ്റെയൊക്കെ ലക്ഷണം കാണുന്നുണ്ട്, ഏതോ രാജാവാണെന്നാണ് തോന്നുന്നത്, രാജാവല്ല എന്ന് വേറൊരാൾ ചക്രവർത്തിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവർ തമ്മാമിൽ എന്നാൽ പിന്നെ ആനയെ അമ്പാരി ഇതൊന്നും കാണാനും ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മൂപ്പരിങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇതൊക്കെ ധൈര്യത്തോടു കൂടി വരുന്നുണ്ടല്ലോ, ആ നടപ്പ് തന്നെ കണ്ടാൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ എല്ലാ വിവരണങ്ങളാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മൂപ്പര് പറയും, ഞാൻ ഈ മറ്റേ ജഗതി ഏതോ സിനിമയിൽ
മറ്റേ പറയുന്നത് പോലെ ഈ ജഗതിയും ഭാര്യയും കുട്ടിയായിട്ട് ഇങ്ങനെ വരുന്നല്ലോ, വൈഷ്ണവ ജനതവും പാട്ടൊക്കെ പാടിയിട്ട് എന്ന പോലെ മൂപ്പര് പറയുകയാണ്, ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്, ഞാൻ ഇന്ന് സ്ഥലത്തുള്ളതാണ്. അപ്പോൾ അവിടുന്ന് എനിക്കിങ്ങനെ യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിൽ ഞാൻ യുധിഷ്ഠിരനുമായിട്ട് ചൂത് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെവിടെയാണെന്നും അറിയില്ലല്ലോ. എങ്ങനെയുണ്ട്, ധർമ്മപുത്രരാണ്. മൂപ്പര് വ്യാജ ഐ ഡി ഉണ്ടാക്കി, ഇവരൊക്കെ വ്യാജ ഐ ഡി, ആദ്യത്തെ വ്യാജ ഐ ഡിക്കാരാ ഇവരാണ്, ഈ പാണ്ഡവന്മാരാ. എന്നിട്ട് പറയാണ് യുധിഷ്ഠിരന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു, അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് എന്നെ കങ്കന്ന വിളിച്ചിരുന്നു. എന്നാൽ കങ്ക, ഈ കങ്കന് ഇദ്ദേഹം കംപ്ലീറ്റ് അങ്ങോട്ട് അധികാരം തന്നെ കൊടുക്കുക, നിനക്ക് എല്ലാ സൗകര്യവും അതും ഇതും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ മൂപ്പര് പറയുന്ന 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. കങ്കനെ അങ്ങനെ മൂപ്പരെ ചൂത് കളിപ്പിച്ച് ആനന്ദിപ്പിക്കുന്ന ജോലിയിലും സർവ്വ അധികാരവും അതും ഇതൊക്കെ കൊടുത്തു. പിന്നെ വരുന്നത് ഭീമൻ്റെ വരവ് ഭയങ്കര രസമാണ്. ഇതേപോലെ ഒരു കയ്യിൽ കറിക്കത്തി, മറ്റേ കയ്യിലോ വലിയൊരു ചട്ടകം. ഞാൻ ഈ പാചകക്കാരനാണ് എന്നിങ്ങനെ കാണിച്ചു കൊണ്ട് വരിക. അതും ഇദ്ദേഹത്തിൻ്റെ ഈ വരവൊക്കെ കണ്ടപ്പോൾ ആളുകൾ ഇതേപോലെ അത്ഭുതപ്പെട്ടു. ഇവൻ ആരുവൻ, 10,000 ആനയുടെ ശക്തിയുള്ളവൻ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭീമൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മൂപ്പര് വന്ന് നിന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാനൊരു ഇങ്ങനെ പാചകക്കാരനാണ്, പിന്നെ എനിക്ക് അത്യാവശ്യം ഗുസ്തിയൊക്കെ അറിയാം. മൂപ്പരും പറയും, ഞാൻ ഈ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അവിടെ പാചകക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് സംശയമായി, ഇങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരു പാചകക്കാരനൊക്കെയോ അതേന്ന്, പിന്നെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പരുടെ ഈ കറിക്കത്തിയും ഇതുമൊക്കെ കണ്ടപ്പോൾ എന്തായാലും വെറും ഒരു സാധാ പാചകക്കാരനൊക്കെ ആക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇതിൻ്റെ മൊത്തം ഷെഫായിട്ട് നിന്നോളാൻ പറഞ്ഞു, ഇതിൻ്റെ അധിപനാക്കുക, അടുക്കളേൻ്റെ അധിപൻ. പിന്നെയാണ് ഈ ദ്രൗപദി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദ്രൗപദി ഈ പറഞ്ഞ പോലെ നേരിട്ട് രാജാവിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ദ്രൗപദി എന്താന്ന് പറഞ്ഞാൽ ആ രാജവീതിയിൽ ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ദ്രൗപദി ഒരു കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ്. അപ്പം അങ്ങനെ കീറിപ്പറഞ്ഞ ഈ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ നടക്കുമ്പോൾ ഈ ദ്രൗപദിയെ കണ്ടിട്ട് ഈ പൂവാലന്മാർ കുറച്ച് പേര് അവിടെ ഇങ്ങനെ ഒത്തുകൂടി ഇങ്ങനെ ഇതിലേയും നടന്നിട്ട് ഇവരോട് ഓരോന്ന് ചോദിക്കുക, നിങ്ങൾ ആരാണ്, ആരെയാണ് അന്വേഷിക്കണത്, ഭയങ്കര സുന്ദരിയാണല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഇവർ ഇങ്ങനെ ഈ ആ രാജവീതിയുടെ മുന്നിൽ ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ഇപ്പോൾ കുംഭമേളയിൽ ഒരു മാല വിൽക്കുന്ന ഒരു പെൺകുട്ടി, മോണോലിസ എന്ന് പറഞ്ഞ ആ കുട്ടിയെ കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ കണ്ണുകളൊക്കെ കണ്ട് വാനോളം പുകഴ്ത്തി വിദേശ മാധ്യമങ്ങളും സ്വദേശ മാധ്യമങ്ങളും ഒക്കെ കൊണ്ടുപിടിച്ച് അതിനെ പുകഴ്ത്തി. അവസാനം അത് അവിടുന്ന് മാല വിൽക്കലൊക്കെ നിർത്തി, അത് വീട്ടിൽ പോയി. അതിന് അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിലിരുന്നോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് അതിനറിയാം, അതിൻ്റെ അച്ഛനറിയാം. പക്ഷേ ഇതെങ്ങനെയാണ്, ഇതേപോലെയാണ് ഈ മൊണോലിസയുടെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ദ്രൗപദി. അപ്പോൾ ഈ ദ്രൗപദിയെ ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ അത്യാവശ്യം പൂവാലന്മാരൊക്കെ ഇങ്ങനെ പിറകെ കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നിട്ട് നമ്മുടെ വിരാടൻ്റെ ഭാര്യ സുദേഷ്ണ കാണുകയാണ്. അപ്പോൾ ഇവർ കണ്ടപ്പോൾ അവരിൽ വല്ലാതെ ആകർഷണം തോന്നി. എന്തൊരു സുന്ദരിയാണ് ഇത്, ഇവളാണ് ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടത്, എന്താ ഇവള്, എന്താ കാര്യം, എന്തൊക്കെയാണ് എന്നുള്ള മട്ടിൽ അവർ വേഗം അവിടെ ചെന്ന് അവരെ വിളിപ്പിച്ചപ്പോൾ ചെന്നിട്ട് അപ്പോൾ ഈ ആണുങ്ങളോടൊക്കെ ഇവർ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സൈരന്ധ്രിയാണെന്ന് പറഞ്ഞു. ഈ സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ പേരല്ല, സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ ഈ മുടി മാടിക്കട്ടലും ഈ എന്താ പറയുക ബ്യൂട്ടീഷ്യൻ്റെ പരിപാടികളാണ്, അതൊക്കെ അറിയാം, അതൊക്കെയാണ് ജോലി. അപ്പം ഞാനിങ്ങനെ സൈരന്ധ്രിയാണ്, അപ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ പണി കിട്ടിയാൽ ഞാൻ ഇതൊക്കെ ചെയ്യാം, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി.
അപ്പോൾ ഞാൻ ഇതേപോലെ പലയിടത്തും ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഈ യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിൽ ദ്രൗപദിക്ക് മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദ്രൗപദി എന്നെ മാലിനി എന്നാണ് വിളിച്ചത്. സൈരന്ധ്രി എന്നുള്ള ജോലിയാണ്, പേര് മാലിനി എന്നാണ് വിളിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്നെ ഇത് വേണമെങ്കിൽ വിളിക്കാം. എന്നെ എനിക്ക് ഈ ജോലിയൊക്കെ അറിയാം, ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഈ വ്യാസരി, നമ്മൾ ഈ സിനിമയുടെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, വ്യാസർ ഇതിൽ പറയുന്നൊരു ഇതിൻ്റെ ഒരു അതിഗംഭീരമായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഈ സുദേഷ്ണ ഈ പറഞ്ഞ വേഷം മാറിയ ദ്രൗപദിയെ ഒന്ന് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അവരെ വിവരണമുണ്ട്, അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവർ ഓരോ അംഗങ്ങളെയും, അത് അവരുടെ നാസിക, ചുണ്ട്, മേൽചുണ്ട്, കീഴ്ചുണ്ട്, എന്താ പറയുക, നഖങ്ങൾ, ചെവി, മൂക്ക്, അതുപോലെ അതൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്, അളവ്, സ്തനം, അരക്കെട്ട്, കാൽപാദം, തലമുടി, കഴുത്ത്, നാഭി, ഗംഭീര ഒരു ഡിസ്ക്രിപ്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യ മത്സരത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, സൗന്ദര്യ മത്സരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. കേവലം ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല, അവരുടെ അറിവ് പ്രധാനമാണ്, അവരുടെ സംസാരം പ്രധാനമാണ്, അവരുടെ സംസാര ശൈലി പ്രധാനമാണ്, നടപ്പ് പ്രധാനമാണ്. അതിലെ ക്രൈറ്റീരിയകൾ എന്തൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇതിന്ന് പോയതാണെന്ന് തോന്നും. എല്ലാം സുദേഷിനെ അങ്ങോട്ട് വിസ്തരിക്കുക. എന്നിട്ട് പറയാണ്, വർണ്ണന എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. സുദേഷിനെ പറയാണ്, നോക്കൂ സൈരന്ധ്രി, നിന്നെതാ എൻ്റെ കൊട്ടാരത്തിലെ ജോലിക്കാർ മുഴുവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സ്ത്രീകൾ, എന്നെ പരിചരിക്കുന്നവർ നോക്കുന്നു. മാത്രമല്ല, ഈ വൃക്ഷങ്ങൾ തലകുനിച്ച് നിന്നെ നോക്കുന്നു. അപ്പം ഇത്രയും സുന്ദരിയായ നിന്നെ ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ എടുത്താലുള്ള എൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയോ നിനക്ക്? എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കും, ബാക്കിയുള്ളവരൊക്കെ നിൻ്റെ പിറകെയായിരിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങനെ നിന്നെ എൻ്റെ കൊട്ടാരത്തിൽ വയ്ക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് ദ്രൗപദി പറയും, എനിക്ക് 5 എന്താ പറയുക ഭർത്താക്കന്മാരുണ്ട്, അവർ ഈ ഗന്ധർവന്മാരാണ്. അപ്പം ഇപ്പം അവർ ഇങ്ങനെ എവിടേക്കോ കറങ്ങി നടക്കുന്നുണ്ട്. അവർ എന്നെ ആര് സ്പർശിച്ചാലും, അത് നിങ്ങളുടെ ഭർത്താവാണെങ്കിലും അവർ കഥ കഴിക്കുന്ന. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, എന്നെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവരാൽ സുരക്ഷിതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ജോലിക്ക് കയറുന്നത്. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിലുള്ള വിവരണങ്ങൾ ഇത്രയോളൊന്നും വരില്ല. നിങ്ങൾ ഏത് സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സെക്സാണോ അതിൻ്റെ എക്സ്ട്രീം അതിമനോഹരമായിട്ട് പറയുന്നുണ്ട്. അത് വൾഗറായിട്ടല്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു സൗന്ദര്യത്തിൽ, അതിനൊക്കെ ഒരു സൗന്ദര്യമുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിക്കുന്ന സമയത്ത് അതൊക്കെ ഏറ്റവും അതിമനോഹരമായ വാക്കുകളെ കൊണ്ടാണ്, ഏറ്റവും നല്ല സഭ്യമായ, അത് എന്തൊരു സൗന്ദര്യം നമ്മളിൽ ഉണ്ടാക്കുക എന്നറിയോ, അങ്ങനെയാണ്, ആ രീതിയിലാണ്. അത് പുരുഷനെക്കുറിച്ച് പറയുന്ന സമയമാണെങ്കിലും സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിലും അവരുടെ പാരസ്പര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും എല്ലാം തന്നെ, വിമർശനങ്ങളാണെങ്കിലോ അതുപോലെ തന്നെ വിമർശിക്കുന്ന. അപ്പോൾ ദ്രൗപദിയൊക്കെ യുധിഷ്ഠിരനെ വളരെ ഇതായിട്ട് വിമർശിക്കും. നമ്മൾ ഈ മഹാഭാരതമൊന്നും മര്യാദയ്ക്ക് വായിക്കാതെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. മഹാഭാരതത്തിൽ ഇപ്പോൾ MT രണ്ടാമൂഴം എഴുതിയത് ഭീമൻ്റെ ഏറ്റവും ഒരു ഇതാണല്ലോ. ഭീമൻ തന്നെയാണ് ഈ പാണ്ഡവരിൽ ദ്രൗപദിയായിട്ടുള്ള ഏറ്റവും നല്ല. ദ്രൗപദി എപ്പോഴും ആശ്രയിക്കുന്നത് ഭീമനെയാണ്. ഈ വനവാസകാലത്ത് ഈ പറഞ്ഞ കീചകൻ അവരെ ഭീമൻ ഈ പറഞ്ഞ ദ്രൗപദിയെ തൊഴിക്കുന്നുണ്ട് പാവം.
ഒരു തൊഴി കൊടുത്തിട്ട് ഇവരുടെ മുന്നിലാണ്, ഇവർ രണ്ടുപേരും ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലാണ് വന്ന് വീണത്, വായയിൽ കൂടെ ചോരയൊക്കെ വന്നിട്ട്. യുധിഷ്ഠിരന് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവസാനം രാത്രി ഇവൻ ഈ കീചകൻ ഭയങ്കരനാണ്. കീചകന് ഈ വിരാടൻ്റെ അളിയനാണല്ലോ. അപ്പോൾ ഈ കീചകനെ ഒന്നും ചെയ്യാനും ഇയാൾക്ക് പറ്റില്ല. കാരണം ഇവൻ സ്റ്റാമ്പിൽ രാജാവാണെന്നേ ഉള്ളൂ എന്ന് മൂപ്പരനെ പറയുന്നുണ്ട്. കാരണം എന്നെ ധിക്കരിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല എന്ന്. മൂപ്പര് ഒരു തോന്നിയാസിയാണ്, അവിടെ എല്ലാവരോടും ഇങ്ങനെ തോന്നിയാസം കാണിക്കുന്ന ഒരാളാണ്. അവസാനം രാത്രി ഈ ദ്രൗപദി പോയിട്ട് ഭീമനോട് കുറേ കഥ കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഭീമനോട് പറയും, അറിയോ, കാരണം ഇവർ ഒളിവിൽ താമസിക്കുകയാണ് അവിടെ, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയാണ് എല്ലാവരും 5 പേരും താമസിക്കുന്നത്. മറ്റേ ആൾ അർജുനെയൊക്കെ തേരാപ്പാര വിമർശിക്കുന്നുണ്ട്. ഇയാളുടെയൊക്കെ ആണും പെണ്ണും അല്ലാതെ ഇങ്ങനെ പാട്ടും ഈ ഡാൻസും പഠിപ്പിച്ച് നടക്കുകയാണ്, ഇങ്ങനെ കഴിയേണ്ട ആളാണോ? ഈ യുധിഷ്ഠിരനാണ് ഇതിനൊക്കെ കാരണം, ഇയാൾ ഇപ്പോഴും ഈ ചൂതും കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഭീമനോട് പറയുന്നതാണ്. ഭീമനെ രാത്രി രഹസ്യമായി പോയി കാണുകയാണ് ഈ പാചകപ്പുരയിൽ പോയിട്ട്. അപ്പോൾ പറയാണ്, നോക്കൂ, പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് കൂട്ടത്തിൽ പറയുക. അപ്പോൾ എന്നെ ഈ സുദേഷ്ണ അങ്ങയുമായി ചേർത്ത് ഇവർ പരിഹസിക്കാറുണ്ട്, എനിക്ക് അങ്ങയോട് പ്രേമമുണ്ട് എന്ന്. കാരണം ആകെ ഈ 5 പേരിൽ മറ്റുള്ളവരുടെയൊക്കെ കാര്യം ദ്രൗപദി പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അതിൽ കുന്തി എങ്ങനെയാണോ സഹദേവനെ നന്നായി സൂക്ഷിക്കണേ അവനെ എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാട്ടിലൊക്കെ അവൻ വളരെ ഒരു എന്താ പറയുക, ജലദോഷവും പനിയും പിടിക്കുന്ന വിദ്വാനാണ് എന്ന മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അവനാണിപ്പോൾ ഈ പശുവിനെയും ഈ കുതിരയെ ഇതിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇവിടെ കഴിയുന്നത് എന്നൊക്കെയുള്ള വിഷമമൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടേ. അതായത് ഞാൻ ഈ അങ്ങയെ ഈ വിനോദത്തിനായിട്ട് ഈ കടുവയെ കൊണ്ടും ആനയെ കൊണ്ടും ഒക്കെ തല്ലുകൂടിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട് ഈ സ്ത്രീകളും മറ്റുള്ളവരും ഒക്കെ. അപ്പോൾ എനിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവുന്നുണ്ടെന്നറിയോ? അങ്ങനെ ആ വിഷമമൊക്കെ ഇവർ സുദേഷ്ണ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അങ്ങയോട് എന്തോ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് അവർ പലപ്പോഴും പരിഹസിച്ച് പറയുന്നുമുണ്ട്, കൊള്ളിവാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങ് മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കെപ്പോഴും അങ്ങല്ലേ ആശ്രയമായിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പഴയ കഥകൾ കാര്യങ്ങളെല്ലാം എണ്ണിയെടുത്തിട്ട് പറയാണ്, ഇന്ന് തന്നെ ഇവനെ ശരിയാക്കണം, ഇവനെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയാം കീചകന്. അങ്ങനെയാണ് ചട്ടം കെട്ടി പറയണത്, നീ ഒരു കാര്യം ചെയ്യൂ, അവനെ ആ നൃത്തശാലയിലേക്ക് വിളിക്കുക എങ്ങനെയെങ്കിലും. അവിടെ നൃത്തം ഒഴിഞ്ഞിരിക്കുമ്പോൾ അവിടെ രാത്രി എല്ലാവരും അത് കഴിഞ്ഞാൽ വീട്ടിൽ പോകും, അവിടേക്ക് വിളിക്കുക, ബാക്കി ഞാനായിക്കോളാം അവൻ്റെ കാര്യം പറഞ്ഞതുപോലെ. പിറ്റേ ദിവസം മൂപ്പര് രാവിലെ ഈ കീചകൻ കാര്യം അറിയാം, ഒരു 5 ഭർത്താക്കന്മാരല്ല, ഈ പറഞ്ഞ ഗന്ധർവന്മാരല്ല 500 വരട്ടെ, ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിരിക്കുക മൂപ്പര്. എന്തായാലും കഥ വേഗം തീർന്ന കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ കൊല്ലലൊക്കെ പൊരിഞ്ഞ അടി വരെ തമ്മിൽ നടക്കുന്നുണ്ട്, പെട്ടെന്നൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. എന്തായാലും അവിടെ പോയിട്ട് ഈ പറഞ്ഞ മുറിയിൽ ചെന്ന് എന്തൊക്കെയാണ് ഇയാളുടെ ഭൂവാല വർത്തമാനങ്ങൾ എന്നറിയാം. ഇതാണ് ഈ വ്യാസരെ നമ്മൾ പറയാൻ കാരണം. അതൊന്നും സിനിമയിലൊന്നും നിങ്ങൾ ഒരു സിനിമയിലും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവില്ല. ഈ കീചകൻ പറയുന്ന വർത്തമാനം, കീചകൻ പറയുന്ന തോന്നിയാസങ്ങൾ. എന്തായാലും അവിടെ വെച്ച് ഇവനെ ശരിക്കും അങ്ങോട്ട് കൈകാര്യം ചെയ്ത് കൊന്നിട്ട് ഇവൻ്റെ 2 കൈകളും 2 കാലുകളും തലയും ഒന്നും തന്നെ കാണാനില്ല, എല്ലാം ശരീരത്തിൻ്റെ അകത്തേക്കാക്കി കളഞ്ഞു. എന്നിട്ടൊരു മാംസപിണ്ടാക്കിയെന്നാണ്
മഹാഭാരതത്തിൽ പറയുന്നത് ആമ എല്ലാം അതിൻ്റെ അംഗങ്ങളെയൊക്കെ ഉൾവലിച്ചതുപോലെ ആക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് ദ്രൗപദി കാണിച്ചു കൊടുത്തു ദ്രൗപദിക്ക്, ഇതാ നിന്നോട് ആരെങ്കിലും ഇങ്ങനെ പെരുമാറിയാൽ ഇതാണ് ഇവന്മാരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു. അങ്ങനെ ദ്രൗപദി പിന്നെ മറ്റുള്ളവരെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു, ഇതാ എൻ്റെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാർ ഇവനെ വകവരുത്തിയെന്ന്. അപ്പോൾ ഈ സാധാരണ മനുഷ്യന്മാരല്ല ഇത് ചെയ്ത, മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തലയൊന്നും കാണാതെ ഇരിക്കില്ല എന്നൊക്കെ അതൊക്കെ എല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ പിന്നെ കീചകൻ്റെ വിദ്വാന്മാർ വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, ഇതാ ഇവളാണ് ഇതിനൊറ്റ കാരണം. അങ്ങനെ ദ്രൗപദിയെ പിടിച്ചുകൊണ്ടുപോയി. ഇവൻ്റെ ചിത ശ്മശാനത്തിൽ ഇരിക്കുമ്പോൾ അവളെയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എരിച്ചാൽ അവൻ്റെ ആത്മാവിന് ശാന്തിയാവുന്നു. ഈ വിരാടൻ അതിന് സമ്മതവും കൊടുത്തു, കെട്ടിവലിച്ചു കൊണ്ടുപോയി. അപ്പോൾ ദ്രൗപദി കരഞ്ഞു. ഈ പറഞ്ഞ 5 ഭർത്താക്കന്മാർക്ക് ഓരോരോ പേരുകൾ വിളിച്ച് കരയുന്നുണ്ട്, പാവം. അപ്പോൾ ഭീമൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം മാറിയിട്ട് മതിലിയാടി. അപ്പോഴും അർജുനന് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക. അർജുനൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക, മറ്റേ ആൾ ചൂതും കളിക്കുക. നോക്കണം, ഇയാൾ ഭീമൻ മതിലൊക്കെ ചാടി വലിയൊരു മരത്തിൻ്റെ മുകളിൽ കയറി. ആദ്യമേ ശ്മശാനത്തിൻ്റെ അവിടെ എത്തി. ഇവന്മാർ വരുന്നത് നോക്കി നിന്ന് വരുമ്പോൾ 100 ചില്ലാനൊരു 100ൻ്റെ ഒരു കണക്കുണ്ട്. അത്രയും ആൾക്കാരുണ്ട് ഇവൻ്റെ കീചകൻ്റെ ശിൽബന്ധികൾ. ഇവന്മാർ ഈ പറഞ്ഞതുപോലെ വരുമ്പോൾ ഇവളെയും കൂടെ ദഹിപ്പിക്കാൻ അങ്ങനെ വണ്ടിയിലാക്കി കെട്ടിയിട്ട് വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഭീമൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ മരം തന്നെ കടപുഴക്കി ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇവന്മാരെ നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്ക് ഇവർക്ക് മനസ്സിലായി, അടാ ഇതാ ഗന്ധർവന്മാർ തന്നെയാണ് വരുന്നത്, സത്യമാണ്, ഇവളെ ഇവിടെ ഇട്ട് ഓടുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞ് ഇട്ട് ഓടിയപ്പോഴേക്കും ഒറ്റയൊന്നിനില്ലാതെ തെരഞ്ഞു പിടിച്ച് അവിടെ കഥ തീർത്തു. എല്ലെണ്ണത്തിനെയും അവിടെ എന്താ പറയുക യമപുരിയിലേക്ക് അയച്ചു. ഇതൊക്കെ മൂപ്പർ പറയുന്നുണ്ട്, ഞാൻ ഇവന്മാരെയൊക്കെ അയക്കുന്നു ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കീചകനെയൊക്കെ ഭീമൻ്റെ നല്ല ഡയലോഗുകളുണ്ട് അതിൽ, എങ്ങനെയാണ് ഇവരെ, എന്താണ് ഇവന് വേണ്ടത്. എന്നിട്ട് ഇവൻ ഈ വന്ന് ദ്രൗപദിയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട്, നല്ല രസമായിട്ട് പറയുന്നുണ്ട്. നീ ഭയങ്കരനാണല്ലോ, നീ സ്പർശസുഖം അനുഭവിക്കുന്നതിൽ നിന്നോളം വലിയൊരുത്തനെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അവൻ പറയാം, അതെ അതെ അതെ, നീയാണ് ഈ സ്ത്രീകൾക്ക് അത്രയും പ്രിയപ്പെട്ടവനാണല്ലോ. ദ്രൗപദിയാണെന്ന് കരുതിയിട്ട് ഇവൻ പാവം സന്തോഷിച്ചിരിക്കുക. അങ്ങനെയാണ് ഇങ്ങോട്ട് എണീറ്റിട്ട് ഇവനെ ശരിയാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഭീമൻ ഇൻഡയറക്റ്റായിട്ട് പറയാം, ഇന്ന് നിനക്ക് ഞാനൊരു സ്പർശസുഖം ഞാൻ നിന്നെ അനുഭവിപ്പിക്കും എന്നൊക്കെ. പാവം ഇവൻ വേറൊരു വിധത്തിൽ കാണുന്നു. പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമകളൊന്നും ഒന്നും അല്ല. ഇനിയും അവിടേക്ക് വ്യാസനോളം വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന് പറയും, വ്യാസരോളൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് സിനിമകളൊക്കെ നമുക്ക് കാണാനുള്ളതാണ്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു രാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ എണ്ണ പുരട്ടിയിട്ടാണോ ചക്ക മുറിക്കുന്നത്? ഒട്ടില്ല. അതല്ലെങ്കിലോ സിനിമ സന്യാസിക്ക് എന്നല്ല സാധാരണക്കാരന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ സ്പിരിച്വാലിറ്റി എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? യുക്താഹാര വിഹാരസ്യ, യുക്തമായ ആഹാരം, അതുപോലെ വിഹാരവും വിനോദവും. കർമ്മസു യുക്തചേഷ്ടസ്യ, കർമ്മങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ക്രമമായ വ്യാപാരം. യുക്ത സ്വപ്നാവബോധസ്യ, ക്രമമായ ഉറക്കം, ഉണരൽ. ഇതൊക്കെ ആർക്ക്? ദുഃഖഃ യോഗഃ ഭവതി. ഇതെല്ലാം തന്നെ ഇവിടെ പറഞ്ഞ മിതമായ ഭക്ഷണം, വിനോദം, പ്രവൃത്തി എല്ലാം മിതമായിട്ട് അവനെ സംബന്ധിച്ച്
ഈ യോഗം അനായാസേന ലഭ്യമായിട്ടുള്ള ഒന്നാണ്. ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ കരുതുന്നത് എന്താണ്? ഈ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് ഉപേക്ഷിക്കേണ്ടത്? അതാണ് പിടിക്കേണ്ടത്, മനസ്സിലാവേണ്ടത്. ഇവർക്കൊക്കെ ഒപ്പം ഇരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥത കൈയൊഴിയാം. ഇപ്പോഴും കൈയൊഴിഞ്ഞിട്ടാണ് നമ്മളുള്ളത്. പക്ഷേ നമ്മളിൽ ആ കൈയൊഴിഞ്ഞിട്ടുണ്ട് എന്ന അറിവില്ല, അതേ ഉള്ളൂ. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം ബാക്കി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.